എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പഴം വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. നല്ല കറുത്ത് പോയ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റാണ്. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. പഴം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കറുത്ത പഴങ്ങളാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ പഴുത്ത പഴമാണ്, ചിഞ്ഞതല്ല. അപ്പോൾ അത് 3 എടുത്തിട്ടുണ്ട്. ഇനി അത് തൊലി പൊളിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ആ 3 പഴവും മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കണം, വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 1 കപ്പ് പാൽ ഉപയോഗിച്ചിട്ടാണ് ഈ പഴം ഒന്ന് അരച്ചെടുത്തത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ പാലും കൂടെ നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാനായിട്ട് ചിലപ്പോൾ 1/4 കപ്പ് വരെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ നമുക്ക് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ 1/4 കപ്പും കൂടിയും മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മുഴുവൻ ഇളക്കി നമുക്ക് തീരെ കട്ടയില്ലാതെ യോജിപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇതും നമ്മൾ നല്ല പോലെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ മഞ്ഞ കളറാണ്, ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കണേ. അവസാനമായിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു കുഴിയപ്പം ഉണ്ടാക്കണ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ കുഴികളിലും അതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് നേരം കൂടി ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മതി. ഒരു കളർ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണേ. മുകൾ ഭാഗം എന്തായാലും പിന്നെ തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മൾ മാവ് എല്ലാ കുഴികളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ 2 വശം നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ എടുത്തു കൊടുക്കാം. നമുക്കിത് ഒരുപാട് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നുമില്ലാതെ നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ, 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് വെളിച്ചെണ്ണയിൽ മാത്രം ഇത് ഉണ്ടാക്കിയെടുക്കാം. നെയ്യും കൂടെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. ഞാൻ പക്ഷേ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയാണ് നമ്മുടെ ഈ സ്നാക്ക്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രൻ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.